നവീനുമായിട്ട് ഒരു കാരണവശാലും അടുക്കരുത്. അങ്ങനെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയാലോ. എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ വിളിച്ചു വരുത്തിയതാ. പറഞ്ഞ കരാറുകളൊക്കെ കഴിഞ്ഞിട്ടും സിത്താര മേഡം പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നതേ മാഡത്തിനോടുള്ള ബഹുമാനം കൊണ്ടാ. പിന്നെ നവീനെ ഞാൻ പിടിച്ചു വിഴുങ്ങാനൊന്നും പോണില്ല. മമ്മി, ഇവളുടെ ധിക്കാരം കണ്ടില്ലേ? മോളെ മോളെ പോട്ടെ മോളെ. എന്ത് പോട്ടേന്ന്? ഇവളെ പോലുള്ളവളുമാര് ധിക്കാരം പറയുമ്പോഴേ അതേ നിമിഷം തന്നെ കൈകാര്യം ചെയ്യണം. ആ എങ്കിലേ കൈകാര്യം ചെയ്തൊന്ന് നോക്ക്, കാണട്ടെ. കാണുടി നിനക്ക്? ഗാഥ ഒന്ന് അടങ്ങി നിൽക്കവിടെ. എന്താ അവിടെ? മമ്മി, എന്താ ഇവിടെ ഒരു ബഹളം? ഗാഥ, എന്തായിരുന്നു ബഹളം? അത് ബഹളമായിരുന്നില്ല. ഇവിടെ അമ്മയും മോളും പരസ്പരം ഫ്രണ്ട്സിനെ പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വഴക്കൊക്കെ ഉണ്ടാക്കും. കാണാൻ ഭയങ്കര രസാ. ഓ, അതായിരുന്നോ? സത്യം പറഞ്ഞ തന്റെ ചേഞ്ചുകളൊക്കെ എന്നെ അമ്പരപ്പിക്കോ? ഇതിപ്പോ എന്താ പറയാ? എന്റെ കൂടെ ഇവിടേക്ക് വന്ന അതേ ഗാഥ തന്നെയാ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിനിടയിൽ കണ്ടതൊക്കെ ഒരു മായാജാലം അല്ലേ? എങ്കിൽ പിന്നെ ഇനിയും വൈകിപ്പിക്കണ്ട നവീൻ. നിങ്ങളെന്നെ ഇറങ്ങിക്കൂ. അയ്യോ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട മമ്മി. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ മമ്മി എനിക്കൊന്ന് കാണാൻ പറ്റുക? കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ നിന്നോട്ടെ മമ്മി, അല്ലേ നവീൻ? എനിക്കങ്ങനെ തന്റെ അടുത്ത് എത്ര നിന്നാലും മതിയാവില്ല. സോ ഐ ആം ഹാപ്പി. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം നവീൻ. എന്നങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളെന്നെ ഇറങ്ങിക്കൂ. ശരി നവീൻ. മോളെ ചെല്ലു മോളെ.